നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ ബികോമിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന പുസ്തകത്തിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഒരു ട്രയൽ ബാലൻസും കൂടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും. ഈ ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും, ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ തറവായിട്ടൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ ട്രയൽ ബാലൻസിൽ ഉള്ള ഐറ്റംസ് തന്നിട്ടുണ്ട്, കൂടാതെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുള്ളത് പ്രൊവൈഡ് ഫോർ വേജസ്, അങ്ങനെ പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ്. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട് 5% ഓൺ ഫ്രീ ഹോൾഡ് പ്രിമൈസസ്. അതുപോലെ തന്നെ ഓഫീസ് ഫർണിച്ചറിൻ്റെ മുകളിൽ 10% തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് എക്സ്റ്റെൻഡ് ഓഫ് 200 റിലേറ്റ്സ് ടു 2025. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇപ്പോൾ 2024 ഡിസംബർ 31 അവസാനിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇയർ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾക്കിവിടെ ഇൻഷുറൻസ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 200 റിലേറ്റ്സ് ടു 2025 എന്ന് പറയുന്ന സമയത്ത് അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ലാസ്റ്റ് ഡേയിലുള്ള സ്റ്റോക്ക് 52,000 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഇത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫർദർ ബാഡ് ഡെറ്റ്സ് നമ്മൾക്ക് അഡീഷണൽ ആയിട്ടുള്ളത് 1,000 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് നമ്മൾ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ കൂടി ഇതിൽ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് നോക്കാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുക എന്നുള്ളതാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എഴുതുക ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2025. ഇത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് ഇയറാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് തന്നെ ഉണ്ട്. സ്റ്റോക്ക് ഓൺ 1 ജനുവരി 2024 46,000 ആണ്. 46,000. ഇനി നമ്മൾക്ക് പർച്ചേസ് എമൗണ്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് പർച്ചേസ് ആണ്. എല്ലാ ട്രേഡിംഗ് അക്കൗണ്ടിലും ഫസ്റ്റ് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ പർച്ചേസ് ആയിരിക്കും. പർച്ചേസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ റിട്ടേൺ ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മൾക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പർച്ചേസസ് ആൻഡ് പർച്ചേസ് റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ റിട്ടേൺ ഉള്ളത് നമ്മൾ ലെസ് ചെയ്തിട്ട് മാത്രമേ ഇവിടെ ഔട്ടർ കോളത്തിൽ എഴുതാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ കോളത്തിൽ പർച്ചേസിൻ്റെ എമൗണ്ട് എഴുതുകയാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺസ് ലെസ് ചെയ്യുക. റിട്ടേണിൽ നമ്മൾക്ക് തന്നിട്ടുള്ളത് 600 ആണ്. അപ്പോൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ഔട്ടർ കോളത്തിൽ നമ്മൾ എഴുതുന്നു. എത്രയാണെന്ന് വെച്ചാൽ 1,49,600. ഇതാണ് 1,50,200 നിന്ന് 600 ലെസ് ചെയ്താൽ നമുക്ക് ഈ എമൗണ്ട് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇനി ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെ ഉണ്ടോ അത് നോക്കിയിട്ട് എഴുതണം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പർച്ചേസുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വേജസ് വരുന്നുണ്ട്. ഓക്കെ, ഒന്നാമത് ഇവിടെ വേജസ് ആണ് തന്നിട്ടുള്ളത്. വേജസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്കിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യാനുണ്ട്. പ്രൊവൈഡ് ഫോർ വേജസ് ₹5,000 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് അതിനർത്ഥം ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 5,000 ഉണ്ടെന്നാണ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 5,000 ഉണ്ട്.
അപ്പോൾ നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് മീൻസ് നമ്മൾ കൊടുക്കാൻ ബാക്കിയുള്ള വേജസ് ഈ വർഷം നമ്മൾക്ക് ഇൻകർ ആവുകയും നമ്മൾ കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള വേജസ് 5,000 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള വേജസ് നമ്മൾക്ക് തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത് കൊടുത്തിട്ടുള്ള വേജസ് നമ്മൾക്ക് തന്നിട്ടുള്ളത് 25,000 ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 5,000. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വരുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത് നമ്മൾ ഈ വർഷത്തെ തന്നെ കാണിക്കണം, ഈ വർഷത്തെ എക്സ്പെൻസായി തന്നെ കാണിക്കണം. അതായത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ കൂടി നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സ്പെൻസിനെ ഈ വർഷം ഇൻകർ ആയതുകൊണ്ട് തന്നെ ഈ വർഷം തന്നെ നമ്മൾ എക്സ്പെൻസിനെ കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഔട്ടർ കോളത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസിനെ ആഡ് ചെയ്ത് കാണിച്ചു. ഇനി നമ്മൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും ഇനി ഉണ്ടോ നോക്കുക. ഇതിൽ വേജസ് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും കാണാനില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡ് ആദ്യം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സെയിൽസ് ആയിരിക്കും. സെയിൽസ് ആയിരിക്കും ഫസ്റ്റ് വരിക. സെയിൽസിൽ എന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ സെയിൽസ്, ഇപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള സെയിൽസ് ആൻഡ് റിട്ടേൺ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡുള്ള എമൗണ്ടാണ് സെയിൽസ് ആയിട്ട് നമ്മൾ എടുക്കുക. ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് സെയിൽസ് റിട്ടേൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ എമൗണ്ട് സെയിൽസിൻ്റെ എമൗണ്ട് 2,08,950 ആണ്. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം, ലെസ് റിട്ടേൺ. റിട്ടേൺ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് 550 ആണ്. $2,08,950 നിന്ന് 550 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2,08,400. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കിവിടെ ആഡ് ചെയ്യാനുള്ളത്, ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യാനുള്ളത് ക്ലോസിങ് സ്റ്റോക്കാണ്. ഈ വർഷത്തെ ക്ലോസിങ് സ്റ്റോക്ക് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടാവും, നോക്കാം. സ്റ്റോക്ക് ഓൺ 31st December 2024 ഈസ് ഈക്വൽ ടു 52,000. നമ്മൾ എഴുതാം ക്ലോസിങ് സ്റ്റോക്ക് 52,000. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഐറ്റംസ് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ടോട്ടൽ ബാലൻസ് കാണണം. ടോട്ടൽ ബാലൻസ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏത് സൈഡിലുള്ളതാണോ കൂടുതൽ അത് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് $2,08,400 പ്ലസ് 52,000 എമൗണ്ട് വരുന്നത് 2,60,400 ആണ്. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ വരുന്നത് 46,000 പ്ലസ് 1,49,600 പ്ലസ് 30,000, അത് 2,25,600 മാത്രമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡാണ്, നമ്മൾ ഈ സൈഡിലുള്ള ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ടാണ് നമ്മൾ ടോട്ടൽ ഏറ്റവും വലിയ എമൗണ്ട് വരുന്നത്. അതുകൊണ്ട് നമ്മളത് എഴുതി വെക്കും. 2,60,400 ആണ്. ഓക്കെ, സെയിം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേ സൈഡ് ഡെബിറ്റ് സൈഡിൽ ടോട്ടലിലും എഴുതി വെക്കും. ഇനി ഇവിടെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കൂടുതലും ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ടോട്ടൽ കുറവുമാണ്. അപ്പോൾ നമ്മൾക്ക് ഡെബിറ്റ് സൈഡ് നമ്മൾക്ക് എമൗണ്ട് ടാലിയാക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് എഴുതണം. ആ എമൗണ്ടാണ് ആ വരുന്ന ബാലൻസ്, ആ ബാലൻസ് എമൗണ്ടാണ് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ഈക്വൽ ടു ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത്
2,60,400 മൈനസ് ടോട്ടൽ ഓഫ് ഡെബിറ്റ് ബാലൻസ് എത്രയാണ് വരുന്നത്? 34,800. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഗ്രോസ് പ്രോഫിറ്റിന് ക്രെഡിറ്റ് സൈഡ്, ഇൻകം സൈഡിൽ നമ്മൾ കാണിക്കും ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് BD ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രയൽ ബാലൻസിലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസും അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻസ്, ബാഡ് ഡെറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഓരോന്നായിട്ട് നോക്കുക. അതിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ വരുന്നതാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ വരേണ്ടതാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ ട്രേഡ് എക്സ്പെൻസ് ആദ്യം വരുന്നത് ട്രേഡ് എക്സ്പെൻസ് ആണ്. ട്രേഡ് എക്സ്പെൻസ് എമൗണ്ട് 840. നെക്സ്റ്റ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അഡ്വർടൈസ്മെൻറ്റ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എമൗണ്ട് വരുന്നത് 1640. ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരാത്ത എമൗണ്ടാണ്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറച്ചെണ്ണം തന്നിട്ടുള്ളത്. ഇതാണെന്ന് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഇതിൽ തന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഐറ്റത്തിനും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് കൺഫേം ചെയ്തതിന് ശേഷമാണ് എമൗണ്ട് എഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് പ്രൊഫഷണൽ ചാർജസ്. പ്രൊഫഷണൽ ചാർജിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. പ്രൊഫഷണൽ ചാർജ് പ്രൊഫഷണൽ ചാർജസ് 280 ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. അല്ല, ക്രെഡിറ്റ് സൈഡാണുള്ളത്. റിസീവ്ഡ് ആയതുകൊണ്ട് തന്നെ അത് ഇൻകം ആണ്. കമ്മീഷൻ റിസീവ്ഡ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം സൈഡ് എഴുതി വെക്കുക, ക്രെഡിറ്റ് സൈഡ്. കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡിൻ്റെ എമൗണ്ട് 3300 ആണ്. അപ്പോൾ അതിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതേ എമൗണ്ട് എഴുതി വെച്ചു. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ഓൺ 1st January. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുള്ളത് 200 ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ഓൺ January 1st 10% ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് 400 ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാനുള്ള ഒരു അർഹതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് 10% നമ്മൾക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് നമ്മൾക്കിവിടെ 400, അതായത് 10%, 4000ൻ്റെ 10% ആയിട്ടുള്ള 400. ഓക്കെ. അത് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ എവിടെയും ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഒരു 200 മാത്രമേ ഉള്ളൂ. വേറൊരു ഇൻട്രസ്റ്റ് നമ്മൾക്ക് റിസീവ് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്നുള്ളത് 200 മാത്രമാണ്. അപ്പോൾ നമ്മൾക്ക് 400 ആണ് ശരിക്കും എന്ത് ചെയ്യാനുള്ളത്? റിസീവ് ചെയ്യാനുള്ളത്. നമ്മൾക്ക് അക്രൂഡ് ആയിട്ടുള്ള ഇൻകം, അതായത് നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് 400 ആണ്. പക്ഷേ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത് ആകെ 200 മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇൻകം സൈഡ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? എത്രയാണ് ഡെപ്പോസിറ്റിൽ റിസീവ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ എഴുതി വെക്കുക, 200. ഇനി അക്രൂഡ് ആയിട്ടുള്ളത്, ആഡ്
അക്രൂഡ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അക്രൂഡ് ഇൻട്രസ്റ്റ്, അതായത് നമ്മൾക്ക് കിട്ടാൻ അർഹതയുള്ളത് 400 ആണ്, പക്ഷെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് 200 മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ അക്രൂഡ് ഇൻകം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ 400 കാണിക്കുക. അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ വർഷം ലഭിക്കേണ്ട ഇൻകം, നമ്മൾ ഏൺ ചെയ്ത ഇൻകം, പക്ഷെ നമ്മൾക്ക് അടുത്ത വർഷം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഈ വർഷം ലഭിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ ഇൻകമായിട്ട് തന്നെ കാണിക്കണം. അടുത്ത വർഷത്തെ ഇൻകമായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷത്തെ ഇൻകത്തിൽ നമ്മൾ അത് ആഡ് ചെയ്തിട്ട് കാണിക്കും. പിന്നെ മാത്രമല്ല, അത് നമ്മൾക്ക് ശരിക്കും കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ടും കാണിക്കും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് നമ്മൾ കഴിഞ്ഞു. സെൻട്രൽ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വേജസ് നമ്മൾ ചെയ്തു. സാലറീസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. അപ്പോൾ സാലറീസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക. സാലറീസ് 14,000. നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ. ഓക്കെ, ക്യാപിറ്റലിന് നെക്സ്റ്റ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇവിടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഇൻകം ടാക്സ് നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു കമ്പനീൻ്റെ കേസാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കും, പക്ഷേ ഇവിടെ നമ്മൾ കാണിക്കില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇൻകം ടാക്സിൽ വന്ന എമൗണ്ട് സോൾ പ്രൊപ്പറേറ്റർ, അതായത് ഈ പ്രൊപ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഓണറിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കണം. അതായത് ഡ്രോയിങ്സ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടി വരും. ഓക്കെ, ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻകം ടാക്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇവിടെ കാണിക്കില്ല. നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡും. ഇൻകം ഡെബിറ്റ് സൈഡിലുള്ളത് നമ്മളുടെ എക്സ്പെൻസ് അലൗഡാണ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലുള്ളത് ഡിസ്കൗണ്ട് റിസീവ്ഡും. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അലൗഡ് എന്ന് പറയുന്നത് എത്രയാണ്, ഡിസ്കൗണ്ട് അലൗഡ് 6,300 ആണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇവിടെ 4,600 ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് 4,600. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞു. സെയിൽസ് നമ്മൾ ചെയ്തു. ബിൽസ് റിസീവബിൾ, പേയബിൾ, ഓഫീസ് ഫർണിച്ചർ, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ്. ഇതിൽ നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇൻഷുറൻസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 200 റിലേറ്റ്സ് ടു 2025. അതായത് 200 രൂപ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2025-ലേതാണ്. അതായത് നമ്മൾ 2024-ലത്തെ അക്കൗണ്ട്സ് അല്ല ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 2025-ലെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് 200 രൂപ നമ്മൾ ഈ വർഷം തന്നെ പേ ചെയ്തു. 2024-ലെ പേ ചെയ്തു. അപ്പോൾ നമ്മൾ പ്രീപെയ്ഡാണ് ചെയ്തത് അല്ലേ. അടുത്ത വർഷത്തെ എക്സ്പെൻസിനെ ഈ വർഷം തന്നെ നമ്മൾ കൊടുത്തു. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ വർഷം അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്ര എമൗണ്ടിന് നമ്മളെ എക്സ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ കുറക്കണം. എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ട് ആണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യും, പ്രീപെയ്ഡ് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അത് അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്, റേറ്റ് ഇൻഷുറൻസ് 4,000 ആണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രീപെയ്ഡ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. എമൗണ്ട് വരുന്നത് 200 ആണ്. അപ്പോൾ അത് ലെസ് ചെയ്ത എമൗണ്ട് അവസാനം വരുന്നത് 3,800 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്, നെക്സ്റ്റ് ഇവിടെ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ ഓൾഡ് പ്രൊവിഷൻ, കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനാണിത്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾക്ക്
അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഒന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ആ സമയത്ത് പറയാം. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ഏകദേശം ട്രയൽ ബാലൻസിലുള്ള ഐറ്റംസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡിപ്രീസിയേഷൻ അത് ലാസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇൻഷുറൻസ് എക്സസ് ചെയ്തു. സ്റ്റോക്ക് അത് നമ്മൾക്ക് ഇനി ഒന്ന് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം ബാലൻസ് ഷീറ്റിലാണ് കൊടുക്കാനുള്ളത്. ഇനി ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ ഡ്രോയിങ്സിന് 300 രൂപയും ചാർജ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾക്ക് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 5% ആണ്. അപ്പോൾ 1,14,000 5% എന്ന് പറയുന്നത് 5,700 ആണ്. ഇനി അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമുക്ക് 300 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു. ഇനി നെക്സ്റ്റ് ബാഡ് ഡെറ്റ്സിൻ്റെ കേസാണ് ഇനി പറയുന്നത്. ബാഡ് ഡെറ്റ്സിൻ്റെ കേസിൽ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ബാഡ് ഡെറ്റാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി തള്ളാനുള്ള ബാഡ് ഡെറ്റ്, നമുക്ക് കിട്ടിയില്ല എന്ന് ഉറപ്പായിട്ടുള്ള ബാഡ് ഡെറ്റ്. അപ്പോൾ ബാഡ് ഡെറ്റ് എമൗണ്ട് 1000 നമുക്ക് കൂടെ പ്രൊവിഷൻ കൂടി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാഡ് ഡെറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുക. ഇനി നെക്സ്റ്റ് പ്രൊവിഷൻ നമ്മളോട് 5% കൊടുക്കാൻ പറയുന്നുണ്ട്. ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത് ന്യൂ പ്രൊവിഷൻ, പുതിയ കഴിഞ്ഞ വർഷം നമുക്ക് പ്രൊവിഷൻ ഉണ്ട് 670. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ പ്രൊവിഷനും കാണാനുണ്ട്. ഈ വർഷത്തെ പ്രൊവിഷൻ നമ്മൾ കാണുന്നത് ഈ വർഷത്തെ ബാഡ് ഡെറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഈ വർഷത്തെ ഡെറ്റേഴ്സിൻ്റെ ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്നാണ്. ഈ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾക്ക് ഈ വർഷത്തെ ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ബാഡ് ഡെറ്റ് എത്രയാണ്, 1000 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്കുള്ള ടോട്ടൽ സൺട്രി ഡെറ്റേഴ്സ് ഉണ്ട്. ആ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ബാഡ് ഡെറ്റിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യും. ഓക്കെ, അതായത് 36,000 നിന്ന് 1000 നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. ഓക്കെ, മൈനസ് ചെയ്തതിന് ശേഷം നമുക്ക് 35,000 നമുക്ക് കിട്ടും. ഈ 35,000-ൻ്റെ 5% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പുതിയ പ്രൊവിഷൻ കാണേണ്ടത്. ഓക്കെ, അതായത് ന്യൂ പ്രൊവിഷൻ എത്രയാണെന്ന് വെച്ചാൽ 35,000-ൻ്റെ 5%. ഈ 35,000 എങ്ങനെയാണ് കിട്ടിയത്, നമ്മൾക്ക് നേരത്തെയുള്ള 36,000-ൽ നിന്ന് ഈ ബാഡ് ഡെറ്റ് നമ്മൾ എന്ത് ചെയ്തു, എഴുതി തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 35,000 ആണ്. അതിൻ്റെ 5% ആണ് അത് നമുക്ക് കിട്ടുന്നത് 1,750. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് ഔട്ടർ കോളത്തിൽ ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഇവിടെ ഓൾഡ് പ്രൊവിഷൻ ഉണ്ട്. ഈ ഓൾഡ് പ്രൊവിഷൻ നമ്മൾക്ക് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡ് നമ്മൾ എഴുതണം. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്യാം. മാത്രമല്ല വേറൊരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾക്ക് ഈ ന്യൂ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്യും. ശേഷം എന്ത് ചെയ്യാം, ഓൾഡ് പ്രൊവിഷൻ ഇതിൽ നിന്ന് ലെസ് ചെയ്യാം. ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ലെസ് ചെയ്യാം. അതായത് ലെസ് ഓൾഡ് പ്രൊവിഷൻ എത്രയാണ്, 6 അല്ലേ, 670 നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. ഓക്കെ, ലെസ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം. ഇനി നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, ഇതേ സംഭവം സെയിം കാര്യം നമ്മൾക്ക് എന്ത് ചെയ്യാം, അതായത് ഓൾഡ് പ്രൊവിഷൻ നമ്മൾക്ക് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ഓൾഡ്
പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 670 ഇങ്ങനെ എഴുതാം. ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾഡ് പ്രൊവിഷനെ ഈ രണ്ട് എമൗണ്ടിൽ നിന്നും എന്ത് ചെയ്യും, ലെസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ ഇതുപോലെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് 2750 ആണ്. അതായത് ഇത് രണ്ടിൻ്റെയും ടോട്ടൽ എമൗണ്ട്. അല്ലെങ്കിലോ ഈ 2750യിൽ നിന്ന് 670 എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാൻ വേണ്ടി പാടില്ല. ഒന്നുകിൽ ക്രെഡിറ്റ് സൈഡ് കാണിക്കാം, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഈ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഓൾഡ് പ്രൊവിഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണ്, ഇനി ഇതിൻ്റെ എഫക്റ്റ് ബാലൻസ് ഷീറ്റിലാണ് വരുന്നത് കേട്ടോ. അതിന് ശേഷം ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് നോക്കാം. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് മേക്ക് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആൻഡ് റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അതായത് നമ്മൾക്ക് ക്രെഡിറ്റേഴ്സ് അതുപോലെ തന്നെ ഡെറ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ചില നല്ല ഡെറ്റേഴ്സ്, അതായത് കൃത്യമായിട്ട് നമുക്ക് തരാനുള്ള ആൾക്കാർ, കൃത്യമായിട്ട് തരുന്ന ആൾക്കാർ, ഗുഡ് ഡെറ്റേഴ്സ് ഉണ്ടാവും. ബാഡ് ഡെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി എഴുതി തള്ളി. ഇത്ര ആൾക്കാർ 2750 രൂപൻ്റെ കടം നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ഏകദേശം ഉറപ്പിക്കുന്നുണ്ട്, സാധ്യതയില്ല. ബാക്കി എമൗണ്ട് ഉണ്ടല്ലോ, അതായത് 36,000 ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള 36,000 ഡെറ്റേഴ്സിൽ നിന്ന് 2750 രൂപൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ബാക്കി എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും, കൃത്യസമയത്ത് കിട്ടും എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ട്. അതാണ് ഗുഡ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾക്ക് തരുന്നത് കൊണ്ട് ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഡെറ്റേഴ്സ് ആണല്ലോ ഇപ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഈ വർഷത്തെ ഡെറ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ അക്കൗണ്ട്സിൽ തന്നെ കാണിക്കണം, അതിനുള്ള പ്രൊവിഷനായിട്ട് കാണിക്കണം. ഈ വർഷത്തെ അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഷനായിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഫോർ ഡെറ്റേഴ്സ്. ഓക്കെ, അതെന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ എടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾക്കുള്ള ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 36,000 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബാഡ് ഡെറ്റും അതുപോലെ തന്നെ പുതിയ പ്രൊവിഷനും നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് ബാഡ് ഡെറ്റ് 1000ഉം പുതിയ പ്രൊവിഷൻ 1750ഉം, ഇത് രണ്ടും നമ്മൾക്ക് മൈനസ് ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് കിട്ടും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഗുഡ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഗുഡ് ഡെറ്റേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് 36,000ൽ നിന്ന് 2750 മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് 33,250 ആണ്. ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, 2% നമ്മൾ എന്ത് ചെയ്യാം, എമൗണ്ട് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ടായിട്ട് നമ്മൾ പ്രൊവിഷൻ വെക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 665 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ എന്തും കൂടി ചെയ്യാനുണ്ട്, നമ്മൾക്ക് ക്രെഡിറ്റേഴ്സിന് കൂടി നമ്മൾ ഒരു റിസർവ് ചെയ്ത് വെക്കാനുണ്ട്. ക്രെഡിറ്റേഴ്സിന് റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നവർ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് തരും. അതായത് നമ്മൾ ഇത് വെക്കുന്നത് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ്. നമ്മൾക്ക് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ കടം വീട്ടാനുള്ള ആൾക്കാർ നമ്മൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഡിസ്കൗണ്ട് തരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ വർഷവും ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസർവ് കരുതി വെക്കും. ഓക്കെ, ആ കരുതി വെക്കുന്നത് ഈ ഒരു രീതിയിലാണ്. എന്താണ് റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഫ്രം ക്രെഡിറ്റേഴ്സ്. നമ്മൾക്കുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ 29,000 ആണ്. ഈ 29,000ൻ്റെ 5% കാണുക, 2%
2% നമ്മൾ എന്ത് ചെയ്യുക കാണുക. അപ്പോൾ 580 ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾക്കുള്ള ഏകദേശം അഡ്ജസ്റ്റ്മെൻ്റ് ആയിക്കഴിഞ്ഞു. ഇനി ഡിപ്രീസിയേഷൻ, നേരത്തെ നമ്മൾ ബാക്കിയാക്കി വെച്ച ഡിപ്രീസിയേഷൻ എന്നുള്ള ഒരു ഡിപ്രീസിയേഷൻ ചെയ്യാനുണ്ട്. ഡിപ്രീസിയേഷൻ, ഇപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ഫ്രീ ഹോൾഡ് പ്രീമൈസസിൻ്റെ മുകളിൽ 5%, അതുപോലെ തന്നെ ഓഫീസ് ഫർണിച്ചറിൻ്റെ മുകളിൽ 10% ആണ്. ഫ്രീ ഹോൾഡ് പ്രീമൈസസ് അതിൽ വരുന്നത് 5% ആണ്. അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ഫ്രീ ഹോൾഡ് പ്രീമൈസസിൻ്റെ 38,600 ആണ്. 38,600ൻ്റെ 5%, അപ്പോൾ എമൗണ്ട് വരുന്നത് 1930. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഓഫീസ് ഫർണിച്ചറിൻ്റെ 10%, 10%, 3050യുടെ 10% വരുന്നത് 305 ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യുക, ഇതിൻ്റെ നമ്മൾക്ക് ഏകദേശം ഐറ്റംസ് ആയി. ഓക്കെ, ഏകദേശം ഐറ്റംസ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ടോട്ടൽ ഒന്ന് റഫ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏത് എമൗണ്ട് ആണോ കൂടുതൽ വരുന്നത്, അതായത് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണോ ടോട്ടൽ കൂടുതൽ വരുന്നത്, ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണോ കൂടുതൽ ടോട്ടൽ വരുന്നത്, അത് നോക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും വലിയ എമൗണ്ട് ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡും എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ടോട്ടൽ വരുന്നത് ക്രെഡിറ്റ് സൈഡ് 44,650 ആണ്. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിലുള്ളത് അതിനേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലുള്ള അതേ എമൗണ്ട് ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ ഡെബിറ്റ് സൈഡാണ് ഒരു ഡെഫിസിറ്റ് കാണുന്നത്, എമൗണ്ട് കുറവ് അല്ലേ, അതായത് ചിലവ് കുറവും വരുമാനം കൂടുതലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വരുമാനം കൂടുതൽ മീൻസ് എന്താണ് അർത്ഥം, നമുക്ക് പ്രോഫിറ്റാണുള്ളത്. അപ്പോൾ നമ്മളെല്ലാ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു, മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇനി വരുന്ന ബാലൻസ് എന്ന് പറയുന്നത് നമ്മളെ നെറ്റ് പ്രോഫിറ്റാണ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ടോട്ടൽ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. 44,650 മൈനസ് ഡെബിറ്റ് സൈഡുള്ള ടോട്ടൽ, അപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മളെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടും 6,440. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തു, നെറ്റ് പ്രോഫിറ്റ് 6,440 ലഭിച്ചു. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു എഫക്റ്റ് മാത്രമേ നമ്മൾക്ക് ഇവിടെ ചെയ്തിട്ടായിട്ടുള്ളൂ. ഇനി ഒരു എഫക്റ്റ് കൂടി വരാണ്ട്, അത് നമ്മൾക്ക് ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ചെയ്യേണ്ടതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2024 അത് എഴുതുക. ശേഷം ഈ ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് അസറ്റ്സ് ആണ്. അസറ്റ്സിൽ കറണ്ട് അസറ്റ്സ്. ഓക്കെ, കറണ്ട് അസറ്റ്സ് ആദ്യം റെക്കോർഡ് ചെയ്യുകയാണ്. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നീട് ഫിക്സ്ഡ് അസറ്റ്സും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾക്ക് കിട്ടിയ ട്രയൽ ബാലൻസിലുള്ള ഐറ്റംസ് നോക്കുക. അപ്പോൾ അതിൽ ആദ്യം തന്നതിൽ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കറണ്ട് അസറ്റിൽ പെട്ടതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് ആദ്യം എഴുതുക. ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട് 3,400 ആണ്. ഓക്കെ, നെക്സ്റ്റ് ബാങ്ക് ബാലൻസ്.
അപ്പോൾ അതിന് നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, എമൗണ്ട് 22,660. ഇനി അടുത്തത് നമ്മൾക്ക് വരുന്ന കറണ്ട് അസറ്റ് ഏതാണെന്ന് നോക്കാം. ഇവിടെ ഡെറ്റേഴ്സ് ഉണ്ട്. ഡെറ്റേഴ്സിന് മുമ്പായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബിൽസ് റിസീവബിൾസ് ആണ്. ബിൽസ് റിസീവബിൾസ് എഴുതാം. ഓക്കെ, ബിൽസ് റിസീവബിൾസ് എമൗണ്ട് 3,200 ഡെബിറ്റ് സൈഡ് ബാലൻസ് ആണത്. ഓക്കെ, ഇനി നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്ന ഏതെങ്കിലും ഐറ്റംസ് നമ്മൾക്കറിയാം. ഇൻഷുറൻസ് നമ്മൾക്ക് 200 നമ്മൾ പ്രീപെയ്ഡ് ആണ്. അല്ല, അടുത്ത വർഷത്തേക്കുള്ള ഇൻഷുറൻസ് നമ്മൾ ഈ വർഷം പേ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് എക്സ്പെൻസിൽ നിന്ന്. പക്ഷെ അത് നമ്മളുടെ എന്താണ്, അസറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രീപെയ്ഡ് ഇൻഷുറൻസിന് നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് എമൗണ്ട് 200. ഇനി നമ്മൾ നേരത്തെ സൺഡേ ഡെറ്റേഴ്സിൻ്റെ നമ്മൾ ചെയ്യാം. ഓക്കെ, സൺഡേ ഡെറ്റേഴ്സിൽ നമ്മൾക്ക് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, സൺഡേ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 36,000 ആണ് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത ബാഡ് ഡെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ പ്രൊവിഷൻസ് അതും നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ലെസ് പ്രൊവിഷൻസ്, അതായത് ന്യൂ പ്രൊവിഷനാണ് കേട്ടോ. ന്യൂ പ്രൊവിഷൻ 1,750 ആണ്. ശേഷം കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ഗുഡ് ഡെറ്റേഴ്സ്. അതിൽ നിന്ന് നമ്മൾക്ക് ഡിസ്കൗണ്ട് കൂടി നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറക്കാനുണ്ട്. അതായത് നമ്മൾക്കുള്ള ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ആ ഡിസ്കൗണ്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ലെസ് ഡിസ്കൗണ്ട് പ്രൊവിഷൻ, അതിൻ്റെ എമൗണ്ട് 665 ആണ്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇത് ചെയ്യാം, നമ്മൾക്ക് ഔട്ടർ ക്വാർട്ടറിൽ എഴുതാം. അപ്പോൾ വരുന്നത് 32,585 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ സൺഡേ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്ന്, നമുക്ക് ട്രയൽ ബാലൻസ് തന്ന എമൗണ്ടിൽ നിന്ന് ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അതും നമ്മൾ മൈനസ് ചെയ്തു. ശേഷം ഡിസ്കൗണ്ട്, അതായത് ഡെറ്റേഴ്സിനുള്ള ഡിസ്കൗണ്ട് പ്രൊവിഷൻ അതും നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. എന്നിട്ട് കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ പുതിയ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ് അടുത്ത കറണ്ട് അസറ്റ് ആയിട്ട് നമുക്ക് വരാനുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ
നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് 52,000 ആണ്. ഇനി അടുത്തത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് നമുക്ക് 44,000 ആണുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4,000. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് അക്രൂഡ് ഇൻകം ആയിട്ട്, അതായത് അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് 400 കിട്ടാനുള്ള അതിൽ 200 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി 200 നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ അക്രൂഡ് ഇൻകം ആഡ് ചെയ്യുക. അക്രൂഡ് ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത് 200 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ കോളത്തിൽ ടോട്ടൽ ചെയ്യുക 4,200. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അസറ്റായിട്ടുള്ള ഫ്രീ ഹോൾഡ് പ്രിമൈസസ് ആണ്. ഫ്രീ ഹോൾഡ് പ്രിമൈസസ് അതിൽ നമ്മൾക്ക് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാനുണ്ട്. ഫ്രീ ഹോൾഡ് പ്രിമൈസസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 38,600 ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ ലെസ് ഡിപ്രീസിയേഷൻ നമ്മൾ 5% ആണ് ഡിപ്രീസിയേറ്റ് ചെയ്തത്. 1930 ആണ്. അപ്പോൾ കുറഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് വരുന്നത് 36,670. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഐറ്റം വരുന്നത് നമ്മുടെ ഓഫീസ് ഫർണിച്ചറാണ്. ഓഫീസ് ഫർണിച്ചറും നമ്മൾക്ക് ഡിപ്രീസിയേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ 3,050 ആയിരുന്നു നമ്മളെ എമൗണ്ട്. അപ്പോൾ ലെസ് ഡിപ്രീസിയേഷൻ എമൗണ്ട് 305 നമ്മൾ ലെസ് ചെയ്തു. ടോട്ടൽ എമൗണ്ട് വരുന്നത് 2,745 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അസറ്റ് സൈഡ് ഉള്ള ഐറ്റംസ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അസറ്റ് സൈഡിലുള്ള ഐറ്റംസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അതിൻ്റെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ടോട്ടൽ എമൗണ്ട് വരുന്നത് 1,57,660. ഇതിന് ശേഷം നമ്മൾ എഴുതാൻ പോകുന്നത് ലയബിലിറ്റി സൈഡാണ്. ഓക്കെ, അപ്പോൾ അതിനാദ്യം കറണ്ട് ലയബിലിറ്റീസ് നോക്കാം. അത് നമ്മൾക്കുള്ള കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ബിൽസ് പേയബിൾ എഴുതാം. ബിൽസ് പേയബിൾ എമൗണ്ട് 10,000 ആണ്. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് നമുക്കറിയാം ഇത്രയാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എമൗണ്ട് 29,000 ആണ്. അത് നമ്മൾ
29,000 ആണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഡിസ്കൗണ്ട് നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിട്ട് നമ്മൾ കരുതി നമ്മൾ റിസർവ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, ലെസ് റിസർവ്. എത്രയാണ്? 580 ആണ് നമുക്ക് റിസർവ് വന്നിട്ടുള്ളത്. അത് ലെസ് ചെയ്ത എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, 28,420 പുതിയ സെൻട്രൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് വരും. ശേഷം നെക്സ്റ്റ് നമ്മൾക്ക് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അല്ലേ, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ഇവിടെ 5,000 ആണ് വന്നിട്ടുള്ളത്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 5,000. ഇനി ക്യാപിറ്റൽ, ഇനി ലാബിലിറ്റി സൈഡിൽ വേറൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റലാണ് നമ്മൾക്ക് ഇനി റെക്കോർഡ് ചെയ്യാനുള്ളത്. ക്യാപിറ്റലിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റലിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതി വെക്കുക, 1,14,000. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്തു. എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്? 5,700 ആണ്. നെക്സ്റ്റ് ആഡ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് നമ്മളെപ്പോഴും ആഡ് ചെയ്യണം. നെറ്റ് ലോസ് ആണെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 6,440 ആണ്. ഇപ്പോൾ നമ്മൾക്കൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട് 1,26,140. ഇതാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയ എമൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് എമൗണ്ട് വീണ്ടും കുറക്കാനുണ്ട്. കാരണം നമുക്ക് ഡ്രോയിങ്സ് ഉണ്ട് ഇവിടെ. ഡ്രോയിങ്സ് നമുക്ക് ക്യാപിറ്റലിൽ നിന്ന് കുറക്കാനുള്ളതാണ്. ഓക്കെ, ലെസ് ഡ്രോയിങ്സ് എത്രയാണ് വന്നിട്ടുള്ളത്? ഡ്രോയിങ്സ് നമ്മൾക്ക് തന്നിട്ടുള്ളത് 10,000 ആണ്. പക്ഷേ ഈ 10,000 എന്ന് പറഞ്ഞ എമൗണ്ടിനേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസിൽ നമ്മൾക്ക് ഇൻകം ടാക്സ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾക്ക് എടുക്കാനുള്ളത്, ഇതൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻകം ടാക്സ് എന്നുള്ള എമൗണ്ട് ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. അപ്പോൾ എഴുതിക്കോ, ബ്രാക്കറ്റിൽ 10,000 പ്ലസ് 1,600. ഇതാണ് ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 11,600 വരും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യാനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ നമ്മൾക്ക് വരുന്നത് എമൗണ്ട് 300 ആണ്. അപ്പോൾ അതും കൂടി നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്മൾക്ക് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആയിട്ട്, നെറ്റ് ക്യാപിറ്റലായിട്ട് വരുന്നത്, ക്ലോസിങ് ക്യാപിറ്റലായിട്ട് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ
നമ്മൾ ഈ 1,26,140 മൈനസ് 11,900. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് 1,14,240. ഇതാണ് നമ്മുടെ എമൗണ്ട്. ഇനി ഇതിൻ്റെ ടോട്ടൽ നമുക്ക് കാണാം. ഈ സൈഡും ടോട്ടൽ നോക്കുന്ന സമയത്ത് നമുക്ക് 1,57,660 തന്നെ അത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എമൗണ്ട് ടാലി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.